ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മോർണിംഗ് 6:20 ആണ് സമയം. നമ്മൾ ഫാമിലി ആയിട്ട് കരിമീനെ പിടിക്കാനുള്ള പ്ലാനിലാണ് പോകുന്നത്. കരിമീനെ കിട്ടുന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ അത്ര എക്സ്പേർട്ട് ആയതുകൊണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് ഫിഷിങ്ങിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീനെ കിട്ടുന്നതിനെക്കാട്ടൊക്കെ ഭയങ്കര നല്ലൊരു വൈബാണ്. എൻജോയ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഫിഷിങ്ങിന് പോവാം, ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട്. അപ്പോൾ നമ്മളിത് റോഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, 3 പേരും സെറ്റായിട്ടുണ്ട്. ഞാൻ റോഡ് പിടിച്ചിട്ടില്ല, ഇനി ഇവരുടെ ഫിഷിങ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മതി എന്ന് വെച്ചു. കാരണം ഫിഷ് ചെയ്യുമ്പോൾ തീറ്റിട്ട് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ പരിപാടി. ഇതാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്ന സ്ഥലം. നിറച്ച് ചണ്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കൽ വന്നിട്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട്. ഇനിയിട് എറിയത് എറിഞ്ഞോ. അത് നീട്ടം വലിക്കാനുണ്ട്. ഇവിടെയൊക്കെ മീനുകളാണ് കാണുക കേട്ടോ, നിറച്ച് മീനുകളാണ് ഇവിടെയൊക്കെ. ഓടിയെടുക്കുന്ന മീനുകളിവിടെ നോക്ക്, തീറ്റയ്ക്ക് വേണ്ടി ഓടിയെടുക്കുന്ന മീനുകൾ. നമുക്കൊരു മീൻ പോലും കിട്ടില്ല, മാത്രമേ കുഴപ്പമൊന്നുമില്ല. 3 പേരും ഫിഷിങ്. ആർക്കും ആദ്യത്തെ മീൻ അടിക്കാൻ നോക്കാം. പ്രകൃതിയായ ഫിഷിങ്ങിലാണ് എല്ലാവരും. കുത്തുമ്പോഴാണ് അത് ജസ്റ്റ് താഴെ ഉണ്ടോ ആ ഒരു ഇത് വരണുണ്ടോ, അതെനിക്ക് അങ്ങനെ വരുന്നത് അതിൻ്റെ കഴിഞ്ഞത്. അതിങ്ങനെ ചെറിയൊരു ടിപ്പ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ അത് വരും. വലയിട്ട് കഴിഞ്ഞാ ചേട്ടന്മാർ കാലത്ത് തന്നെ വലയൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടൊക്കെ മുമ്പ് നമ്മൾ കാലത്ത് എത്ര മണിക്ക് അപ്പോൾ പോവാ? 5 മണി. അപ്പോൾ അതാണ് ഡെഡിക്കേഷൻ. നമ്മളിവിടെ 6 മണിക്കെന്ന് പറഞ്ഞിട്ട് 6:15 6:30 ആയി. അങ്ങനെ നേഹ ഫസ്റ്റത്തെ കരിമീൻ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്താൽ പതുക്കാന് ഫസ്റ്റത്തെ കരിമീനെ പിടിച്ച് കയറിയിരിക്കുകയാണ് നേഹ. അത് കളി അടിപൊളി. വെള്ളത്തിലിട്ട് പൊന്തിക്കണം, അന്ന് പോകുന്നില്ല, നല്ല സ്ട്രോങ്ങിൽ നിൽക്കണേ. ചെറിയൊരു കൂരിമീനെ പിടിച്ചിട്ടുണ്ട്, നീല്. 3 ആൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ട ആക്കി വെച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ഉണ്ടകളാക്കി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കും മീൻ അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റത്തെ നേഹ അടിച്ചു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു കരിമീനാണ്. പിന്നെ ഒരു കുഞ്ഞ കുരിമീനെ നീലിന് കിട്ടി. പിന്നെ മാളൂനും ഒരു ചെറിയൊരു വയമ്പനെ കിട്ടി. അപ്പോൾ ഇന്നത്തെ ഫാമിലി ഫിഷിങ് സക്സസ്ഫുള്ളാണ്. ഞാൻ അടുത്ത മീനുകളെ പിടിക്കാൻ വേണ്ടി ഇതേ വെയിറ്റിംഗ്. നേഹ അത് താന്ന് പോകണം നന്നായിട്ട് കേട്ടോ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാറുണ്ട്. വലിയ മീൻ വന്നിട്ടുണ്ട്, അവിടെ വലിയ മീൻ വന്നിട്ടുണ്ട്. പതുക്കെ കുളത്തൊക്കെ നോക്കിട്ടാ നേഹ നീൽ വെക്കുമ്പോഴൊക്കെ നമ്മളോട് പിടിച്ചോ. യെസ്, അത് വീണ്ടും വയം തന്നെ. ഒരു ചെറിയ റോഡല്ലേ, നീയെല്ലാം ശ്രദ്ധിക്കണ്ടേ? ചെറിയ റോഡ് തന്നെയാണ് ഇത്. പരല്. മാള് 2ാമത്തെ സ്കോർ ചെയ്തിരിക്കുകയാണ് ഒരു പരൽ മീനെ.
അങ്ങനെ നമുക്കും ഒരു ഏട്ടക്കൂരി അടിച്ചിട്ടുണ്ട്. ഏട്ടക്കൂരി കൂരി കുഞ്ഞീസല്ലേ കുഞ്ഞീസാണ്. അത് അതുകൊണ്ട് റോഡ് നോക്കിയിട്ട് അവിടെ ഒരു മീൻകാരൊക്കെ നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ അല്ലേ. പതുക്കേട്ടാ, ഞാൻ ഇല്ലെങ്കിൽ പതുക്കാൻ പോയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആനമാവ് ബണ്ടിൻ്റെ അവിടെ. ആനമാവ് ബണ്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പിലേക്ക് പോയിട്ടാണ് നമ്മൾ ആദ്യം ഫിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ബണ്ടിൻ്റെ അവിടെ വന്ന് ഫിഷ് ചെയ്യണം. അവിടെ മതിയായി. ഒരു കരിമീനും കുറച്ച് ചെറിയ മീനുകളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. മീൻ കിട്ടി. കർമീൻ കുട്ടീസ്. കുട്ടീസാണ് കുട്ടീസ്. നമ്മൾ അവിടെ നിന്നും വിട്ടു വേറെ സ്ഥലത്തേക്ക് പിടിച്ചിരിക്കാൻ. പിടിച്ചിട്ട് പോകുള്ളൂ. നമ്മൾ മുമ്പ് വന്ന സ്ഥലം തന്നെയാണ്. മുമ്പ് നമ്മുടെ ഹാപ്പി ബേബി ഇവിടെ നിന്നാണ് നമുക്ക് വലിയൊരു കരിമീനെ പിടിച്ചത്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. നോക്കി നോക്കാം. കിട്ടി. വലിയ ഇതൊന്നുമല്ല, ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം. ഇവനെ എന്തായാലും നമുക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. വളരെ ചെറുതാ. അത് നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം. ഇവനെ കയറി പിടിക്കുവോ നീ? കെയർഫുൾ ട്ടോ പൊന്നി. അവിടെ വരെ ഉള്ളൂ. റിലീസ് ചെയ്യണേ. അടിപൊളി അടിപൊളി അടിപൊളി. പരലിനെ കിട്ടിയിരിക്കണം നമുക്ക്. ഒരു കരിമീനും വയമ്പും പിന്നെ പരലുമാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. അപ്പോൾ കുറച്ച് മീനെ കിട്ടി. ഒരു മീഡിയം സൈസ് ഒരു കരിമീനും പിന്നെ കുറച്ച് ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടി. പിന്നെ സമയം ഒരു 9:15 അപ്പോൾ നമ്മളിപ്പോൾ നിർത്താൻ പോവാണ്. അപ്പോൾ വെയിലൊക്കെ വന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.